പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ നമ്മളൊക്കെ ഒരുവിധം കണ്ടൊരു സിനിമയായിരുന്നു. അതിൽ നമ്മുടെ നായകൻ പുണ്യാളനോട് ഹൃദയം തുറന്ന് കുറേ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഒരു ഭാഗം കഴിയുമ്പോൾ ആദ്യമായിട്ട് പുണ്യാളൻ തിരിച്ചു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ പുണ്യാളൻ പറയുന്നത് സ്വന്തം ഭാഷയിലാണ്. അപ്പോൾ പ്രാഞ്ചിയേട്ടൻ അതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയാണ്, അല്ല പുണ്യാള, നിനക്ക് മലയാളം അറിയില്ലേ? അപ്പം ഞാൻ ഇത്ര നാൾ പറഞ്ഞതൊന്നും നിനക്കൊന്നും മനസ്സിലായിട്ടില്ലേന്ന്. പക്ഷേ ഈ വാക്കുകളൊക്കെ അപ്രസക്തമാകുന്ന വിധത്തിൽ നമ്മുടെ സ്വന്തം മലയാളം ഭാഷ അറിയുന്ന സ്വർഗത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ. നമ്മുടെ മലയാളികളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു സെറ്റാക്കാനായിട്ട് ഏറ്റവും ആദ്യം സ്വർഗത്തിലെത്തിച്ചേർന്ന കേരളത്തിലെ ഫസ്റ്റ് സെയിൻറ്റ്. നമ്മുടെ അൽഫോൻസമ്മയുടെ ചരമപ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട റോമുളസ് അച്ഛൻ, അതായത് അൽഫോൻസമ്മയുടെ ജീവിതത്തിലെ A to Z കാര്യങ്ങൾ അറിയുന്ന അവളുടെ ആത്മീയ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്. അൽഫോൻസമ്മയോടെ മരിച്ചു കിടക്കുകയാണേ. ആ സമയത്ത് പറയാണ്, ഒരു ധനികയായ കുടുംബിനി, കവയിത്രി, കഥാകാരി, ബിരുദധാരി, പിന്നീട് സിനിമാ താരം എന്നീ നിലകളിലൊക്കെ വളരെ പ്രശസ്തമായി തീരാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കിടക്കുന്നതെന്ന്. സംഭവം ശരിയാണ്. ഇത് കുറേ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞൊരു സന്ദർഭം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ. അതായത് വിശുദ്ധ അൽഫോൻസമ്മയെക്കുറിച്ച് സിബി യോഗേവിടൻ സാർ സംവിധാനം ചെയ്ത് നമ്മുടെ നിഖില വിമലൊക്കെ അന്നക്കുട്ടിയായും അൽഫോൻസമ്മയൊക്കെ തകർത്ത് അഭിനയിച്ച വിശുദ്ധ അൽഫോൻസ എന്നൊരു ചലച്ചിത്രം, മലയാളമാണ്, നല്ലൊരു ചിത്രമാണത്. ആ ചിത്രത്തിൽ ഒരു സീനുണ്ട്. ആ സീൻ ഇങ്ങനെയാണ്: കൗമാര കാലഘട്ടത്തിലെത്തിയ അൽഫോൻസമ്മ വളരെ സുന്ദരിയായിട്ട് ചട്ടയും മുണ്ടും കവണിയൊക്കെ ധരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നൊരു ഭാഗം. ആ സമയത്ത് വീടിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആ സീനിൽ അവളെ വളർത്തി വലുതാക്കിയ പേരപ്പൻ, പേരമ്മ, പിന്നെ അവളുടെ വിവാഹത്തിന് ദല്ലാൾ പണി ഏറ്റെടുത്ത അവളുടെ ബ്രോക്കർ ചേട്ടൻ, ഇവർ 3 പേര് ഇരുന്നിട്ട് അവളെ നോക്കി ഭയങ്കര സംതൃപ്തിയോടെ നോക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു അടക്കവും ഒതുക്കവും നിഷ്ഠയൊക്കെ ഉള്ള ഒരു സുന്ദരിയായ കുലീനയായ ഒരു സ്ത്രീ നടന്നു വരുന്നൊരു ഭാഗമാണ് അവർ കാണുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു സ്വപ്നമുണ്ട്. പക്ഷേ അൽഫോൻസമ്മയുടെ മുഖത്തുണ്ടായ സംതൃപ്തിയുടെ പിന്നിലെ കാരണം വേറെയാണ്. അവളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് തൻ്റെ ഹൃദയം കൊണ്ട് നാഥന് സ്വയം സമർപ്പിച്ചൊരു സന്തോഷത്തിലാണ് അൽഫോൻസമ്മ കയറി വരുന്നത്. ഇങ്ങനെ വരുന്ന കഥ അവിടെ നിൽക്കട്ടെ. അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഇതാണ്: ഈ 21-ാം നൂറ്റാണ്ടിൽ യുക്തിചിന്തയും അങ്ങനത്തെ ശാസ്ത്രവും യുക്തിചിന്തയും ഒക്കെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിളിക്കും അതുപോലെ തന്നെ അതിന് പ്രത്യുത്തരം പറയുന്ന ധൈര്യവും ഇപ്പോഴത് തിളക്കം കൂടി വരികയാണ്. ലോകം ഇന്ന് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സ്വപ്നങ്ങൾ നെയ്തെടുത്ത പല മനുഷ്യരും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ അൽഫോൻസമ്മ തന്നെ മഠത്തിലെത്തിയിട്ട് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്. അതായത് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് മഠത്തിൽ വന്നിട്ട് ഒരു വിശുദ്ധി ആയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം പാഴായി പോയില്ലേ എന്ന്. ശരിക്കും നമ്മുടെ പൗലോസ്ലീഹയുടെ വാക്കുകൾ കടമെടുത്ത് നമുക്കിങ്ങനെ പറയാം: സമർപ്പിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് മഠത്തിൽ വന്നിട്ട് നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടം വിശുദ്ധർ സ്വർഗത്തിലുണ്ടാവട്ടെ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, വേറെ അധികം പണിയൊന്നുമില്ല. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവവിളി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കാൻ പാകത്തിന് നമ്മുടെ ചെവികൾ മാത്രമല്ല, ഹൃദയവും ജീവിതവും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കൾ ദൈവവിളി തിരിച്ചറിഞ്ഞാൽ ദയവ് ചെയ്ത് തടയരുത്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംതൃപ്തിയുള്ള ഒരു ധർമ്മം. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും മലയാളം പറയുന്നവരുടെ ഒരു കൂട്ടം ഉണ്ടാകും. അതുപോലെ സ്വർഗത്തിലും മലയാളം പറയുന്ന വിശുദ്ധരുടെ ഒരു കൂട്ടം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.